ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന നിയമജ്ഞൻ്റെ ചോദ്യത്തിന് ഉത്തരമാണ് നല്ല സമരിയാക്കാരൻ്റെ ഉപമ. നിത്യജീവൻ അവകാശമാക്കാൻ നീയും പോയി അതുപോലെ ചെയ്യുകയെന്നാണ് ഈശോ പറഞ്ഞത്. നമ്മുടെ സാന്നിധ്യവും സഹായവും ആവശ്യമുള്ളവരാണ് നമ്മുടെ അയൽക്കാർ. ജീവിക്കാനും വളരാനും നമ്മുടെ സാന്നിധ്യം ആവശ്യമുള്ളവരെ നാം തിരിച്ചറിയണമെന്നതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. ക്രൈസ്തവ മനസാക്ഷിയിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു ചോദ്യമാണ്, എനിക്കെങ്ങനെ നല്ല അയൽക്കാരനാകാൻ സാധിക്കും? നമ്മുടെ ചുറ്റുമുള്ളവരോട് കരുണ കാണിക്കുന്നത് വഴി നല്ല അയൽക്കാരനാകാൻ സാധിക്കുമെന്നാണ് ഈ ഉപമ നമ്മളെ പഠിപ്പിക്കുന്നത്. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന വചനം കരുണ എത്ര ശ്രേഷ്ഠമാണെന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. ആ അപകടം പറ്റി കിടക്കുന്ന ആളുടെ മുൻപിൽ നിന്ന് നമുക്ക് രണ്ട് രീതിയിൽ ചിന്തിക്കാൻ പറ്റും. ഞാൻ ഈ മനുഷ്യനെ തൊട്ടാൽ എനിക്കെന്ത് പറ്റും? രണ്ടാമത്തേത്, ഞാൻ ഈ മനുഷ്യനെ സഹായിച്ചില്ലെങ്കിൽ, ഈ മനുഷ്യനെ തൊട്ടില്ലെങ്കിൽ ഇയാൾക്ക് എന്ത് പറ്റും? രണ്ടാമത്തെ രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് നല്ല അയൽക്കാരനാവാൻ സാധിക്കുന്നത്. ഒരാൾ അപകടത്തിൽപ്പെട്ട് കിടക്കുമ്പോൾ നമുക്കെന്ത് സംഭവിച്ചാലും എന്നല്ല, അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ചിന്തിക്കുന്നവരുടെ മുന്നിൽ നിത്യജീവൻ്റെ വാതിലുകൾ തുറക്കും. അതിലൂടെ പ്രവേശിക്കാൻ നല്ല അയൽക്കാരനാവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.